ഇതെന്താ ഗുരു? ഞാൻ പോയി പ്രദക്ഷിണം ചെയ്തു വന്നിട്ട് നീ ഇങ്ങനെ നിൽക്കുകയാണല്ലോ. അല്ല, ശരിക്കും എന്താ പ്രശ്നം? എന്തോ സംസാരിക്കാനുണ്ട്, പെട്ടെന്ന് റെഡി ആയിട്ട് വാന്ന് എന്നോട് പറഞ്ഞിട്ട് ഇവിടെ വന്നിങ്ങനെ ദേവദാസിനെ പോലെ നിൽക്കുകയാണല്ലോ. കാര്യം എന്താണെന്നുള്ളത് ഒന്ന് പറയാവോ? അത് കേട്ട് ഞാനൊന്ന് ആനന്ദിച്ചോട്ടെ. എന്റെ പൊന്നെ ഒന്ന് പറ. നിന്നോട് കുറെ കാര്യങ്ങൾ പറയാനുണ്ട് എനിക്ക്. പക്ഷെ അതൊക്കെ എങ്ങനെ പറയണ്ടേന്ന് എനിക്കറിയില്ല. എല്ലാരും വാഗൊണ്ടല്ലേ പറയാറ് ഗുരു. നീയും അതുപോലെ തന്നെ പറഞ്ഞാ മതി, എനിക്ക് മനസ്സിലാവും. നോക്ക്, നീ എന്ത് വേണമെങ്കിലും പറഞ്ഞോ, പക്ഷേ ഒരു കാര്യം പറയരുത്. അമ്പലത്തിൽ വിളിച്ചുകൊണ്ട് വന്നിട്ട് പ്രപ്പോസ് ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ എന്തായാലും സമ്മതിക്കും എന്നുള്ള ധാരണ നിനക്ക് ഉണ്ടെങ്കിലുണ്ടല്ലോ. ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, എന്റെ ദേഷ്യം എന്നെ പിടിച്ചാ കിട്ടിയെന്ന് വരില്ല. എന്താന്ന് വെച്ചാലേ, ഈ പ്രേമം പ്രണയമൊന്നും എനിക്ക് സെറ്റ് ആവില്ല. ഈ ശൈലു എന്ന് പറയുന്നത് ലിമിറ്റഡ് എഡിഷനാ. ഇങ്ങനെ പ്രേമിച്ച് നടക്കാനൊന്നും എന്നെ കിട്ടില്ല. എന്റെ മനസ്സിലെ പ്രണയത്തെ പറ്റിയാ ഞാൻ പറയാൻ പോകുന്നത്. അയ്യോ, നിന്നെ എനിക്ക് തോന്നിയപ്പോഴേ എന്നോട് പറയാനുള്ള കാര്യം ഇത് തന്നെ ആയിരിക്കും എനിക്ക് അപ്പോഴേ തോന്നിയതായിരുന്നു. ഞാൻ ഇത്രയൊക്കെ പറഞ്ഞിട്ടും നിനക്ക് എന്താ അത് പറഞ്ഞാ മനസ്സിലാവാത്തെ? എന്റെ ജീവിതത്തിൽ ഞാൻ ആദ്യമായിട്ട് പ്രണയിച്ചത് അവളെയാ. അവസാന പ്രണയം അവള് തന്നെയായിരിക്കും. എന്നെ തിരിച്ച് പ്രണയിച്ചതും അവള് മാത്രം. അതാ എന്റെ ശിവാനി. ഞങ്ങളുടെ പ്രണയം എങ്ങനെയായിരുന്നു വെച്ചാ, തെറ്റിദ്ധാരണകൾ ഇല്ലാത്തതായിരുന്നു, സ്വാർത്ഥതയില്ലാത്തതായിരുന്നു. ഈ ലോകത്തെ തന്നെ ഒരു ത്രാസിൽ വെച്ച് ഞങ്ങളുടെ പ്രണയം മറ്റേ ത്രാസിൽ വെച്ച് അവിടെ ഞങ്ങളുടെ പ്രണയം തന്നെ ജയിക്കും. അത്ര കാഠിന്യമുണ്ട് ഞങ്ങളുടെ പ്രണയത്തിന്. അവൾ എപ്പോഴും പറയാറുണ്ടായിരുന്നു, ഞാൻ നിന്നെ അത്രമാത്രം സ്നേഹിക്കുന്നു, ഇത്രമാത്രം സ്നേഹിക്കുന്നു, പ്രാണനേക്കാൾ അധികം സ്നേഹിക്കുന്നു എന്നൊക്കെ. പക്ഷെ എന്റെ ശിവാനി പ്രണയത്തിന് വേണ്ടി സ്വന്തം പ്രാണൻ വെടിഞ്ഞോളാ. അതാണ് എന്റെ ശിവാനി. അയ്യോ എന്റെ പൊന്നെ, നിന്നെ കുറിച്ചും നിന്റെ ശിവാനിനെ കുറിച്ചും നിങ്ങളുടെ പ്രണയത്തെ കുറിച്ചൊക്കെ നിന്റെ റൊമാൻസിനെ കുറിച്ചൊക്കെ കേട്ട് കേട്ട് എന്റെ ചെവിക്ക് പോലും എന്തോ കുഴപ്പം പറ്റിയെന്ന് തോന്നുന്നേ. ഇനി ഒരു പ്രാവശ്യം കൂടെ കേട്ടാലേ എന്റെ ചെവിന്ന് രക്തം വരും, ഉറപ്പാ. മതി, ഇനി എന്നോട് ഇത് പറയല്ലേ പ്ലീസ്. ഇത് ഞാൻ പറഞ്ഞേ മതിയാവൂ. നീ ഇത് കേട്ടേ മതിയാവൂ. എന്താണെന്നറിയോ, എന്റെ പ്രണയത്തെ പറ്റിയും എന്റെ ശിവാനിയെ പറ്റിയും ഞാൻ നിന്നോട് എല്ലാ കാര്യങ്ങളും പറഞ്ഞിട്ടുണ്ട്. പക്ഷെ ഒരു കാര്യം മാത്രം പറഞ്ഞിട്ടില്ല. എന്നുവെച്ചാ എന്തോ പ്രധാനപ്പെട്ട കാര്യം ഉണ്ടെന്നല്ലേ പറഞ്ഞത്? അപ്പോ ഇത്രയും നാളും നീ പറഞ്ഞ കാര്യമൊക്കെ വെറുതെ ആയിരുന്നല്ലേ? ഓ, അപ്പോ അവള് നിന്നെ പ്രേമിച്ചില്ല അല്ലേ? നീ അവളുടെ പുറകെ ശല്യപ്പെടുത്തി അവളെ നിർബന്ധിച്ച് പ്രേമിപ്പിച്ചതാണല്ലേ? ഇത് അവളുടെ യഥാർത്ഥ പ്രണയമല്ല, നിന്റെ നിർബന്ധം കാരണം അവള് പ്രേമിച്ചതാ നിന്നെ. അല്ല, വാശികൊണ്ട് നേടിയെടുത്ത പ്രണയമല്ല, ഇത് ഭഗവാൻ തന്നെ ചേർത്ത് വെച്ച പ്രണയമാണ്. നിന്നോട് ഞാൻ എല്ലാ കാര്യങ്ങളും പറഞ്ഞിട്ടുണ്ട്, എന്നാൽ ഒരു കാര്യം മാത്രം പറഞ്ഞിട്ടില്ല. അത് നിന്നോടൊന്ന് പറയാൻ വേണ്ടിയിട്ടാ നിന്നെ ഞാൻ ഇവിടേക്ക് വിളിച്ചുകൊണ്ട് വന്നത്. എല്ലാവരും കരുതുന്ന പോലെ ശിവാനി സാധാരണ മനുഷ്യ സ്ത്രീയല്ല. അവള് ഈ ലോകത്തുള്ളവളെയല്ല. എന്താ? ഈ ലോകത്തുള്ളവളല്ലേ? അപ്പൊ പിന്നെ ആകാശം, ഭൂമി, പാതാളം, അങ്ങനെ 7-14 ലോകങ്ങളുണ്ടെന്ന് പറയാറില്ലേ? ഇതിൽ ഏതാണാവോ അവളുടെ ലോകം? അവള് നാഗലോകത്തുള്ളവളാ. ഗുരുക്കളെ, ഞങ്ങളോട് വരാൻ പറഞ്ഞത് എന്തിനാണ്? ഞാനല്ല നിങ്ങളെ വിളിച്ചു വരുത്തിയത്. പിന്നാരാ? ദിഗ്വിജയനാണ് ഇങ്ങോട്ട് കൊണ്ടുവന്നത്.
എന്ത്? ദിഗ്വിജയനാണെന്നോ? എന്താ നിങ്ങൾ ഈ പറയുന്നത്? എവിടെയുണ്ടവൻ? ദിഗ്വിജയ, ഗുരുക്കളെ, ഇവനാണോ ദിഗ്വിജയൻ? തലയ്ക്ക് നല്ല സുഖമില്ല സ്വാമിജിക്ക്. ഗുരുക്കളെ, ഇവൻ ദിഗ്വിജയനല്ല, ദിഗ്വിജയന്റെ അനിയൻ ധനഞ്ജയനാ. അയ്യോ, ഈ നിൽക്കുന്നത് ധനഞ്ജയനല്ല, ദിഗ്വിജയനാണ്. സ്വാമിജി, എന്തായി കാണിക്കുന്നത്? വെറുതെ മായയും മന്ത്രവും കാണിച്ച് ഞങ്ങളെ പറ്റിക്കാൻ നോക്കണ്ട. അതിങ്ങോട്ട് വേണ്ട, ഞങ്ങൾ വിശ്വസിക്കില്ല. ഇവനാണ് ദിഗ്വിജയൻ. ദിഗ്വിജയ, മറുപടി പറയൂ. എടാ, അത് ശരിയാണ്. ഗുരുക്കള് പറഞ്ഞത് സത്യമാണ്. രൂപത്തിൽ ഞാൻ ധനഞ്ജയനാണ്. എന്നാൽ അകത്തുള്ള ആത്മാവ് നിങ്ങളുടെ സുഹൃത്ത് ദിഗ്വിജയനാണ്. ഇത് ഞാൻ വിശ്വസിക്കില്ല. എടാ, നമ്മളെല്ലാരും ഒരുമിച്ചല്ലേ നാഗമാണിക്യം എടുക്കാൻ പോയത്? നാഗമാണിക്യം കണ്ട ഉടനെ നീ അത് എടുക്കാൻ വേണ്ടി ഓടിയില്ലേ? ആ സമയത്ത് ഞാനാണ് നിന്നെ തടഞ്ഞത്. ഇല്ലായിരുന്നെങ്കിൽ ഈ സമയത്ത് കത്തി ചാമ്പലായനെ നീ. അത് സത്യമാണ്. എന്ന് കരുതി അവനാണ് നീയെന്ന് ഞാൻ വിശ്വസിക്കില്ല. എടാ, ഞാൻ നീ മംഗലാപുരത്തേക്ക് പോയ വഴിക്ക് ആക്സിഡന്റ് ഉണ്ടായില്ലേ? ആ സമയത്ത് നീ ഒരു പെണ്ണിനെ കണ്ടില്ലേ? അപ്പൊ തന്നെ അവളെ വളയ്ക്കാനും ശ്രമിച്ചു. ഈ വിഷയം നിനക്കും എനിക്കും അല്ലാതെ വേറെ ആർക്കും അറിയില്ല. എന്താ ശരിയല്ലേ? ദണ്ഡപാണി, നീ ഒരു ഇരുമ്പറയ്ക്കുള്ളിൽ അകപ്പെട്ടില്ലായിരുന്നു. ഞാൻ വന്ന് തുറന്നില്ലായിരുന്നെങ്കിൽ നിന്റെ മേലെ അത് കേസായിരുന്നു. അങ്ങനെ അത് കേസാകാതിരിക്കാൻ വേണ്ടി കളിച്ചതും ഞാൻ തന്നെയാ. ഇപ്പൊ ഓർമ്മ വന്നോ നിനക്ക്? ഇവൻ പെണ്ണുങ്ങളുടെ പുറകെ നടക്കുന്നവനാ. നീയാണെങ്കിലോ 6 പിശുക്കനും. കാശെന്ന് പറഞ്ഞാ വല്ലാത്ത ആർത്തിയ നിനക്ക്. ഇപ്പോഴെങ്കിലും മനസ്സിലായോ ഞാൻ ദിഗ്വിജയൻ തന്നെയാണെന്ന്? വിശ്വസിക്കാൻ ബുദ്ധിമുട്ടാണ്. എന്നാലും ഇതൊക്കെ എങ്ങനെ സാധിക്കുന്നു? നാഗലോകോ? അതെവിടെയാണ് ഗുരു? ഞാൻ എവിടെ ഇതുവരെ കേട്ടിട്ടില്ലല്ലോ. നാഗമംഗലം കേട്ടിട്ടുണ്ട്, നാഗരഭാവിയും കേട്ടിട്ടുണ്ട്, നിലമംഗലവും കേട്ടിട്ടുണ്ട്. ഈ നാഗലോകം എവിടെയാണാവോ? ഈ പ്രപഞ്ചത്തിന്റെ പുറത്തെവിടെയുള്ള വളരെ മനോഹരമായൊരു സ്ഥലമാണ് ഈ നാഗലോകം. ഇനിയും തെളിച്ചു പറയുകയാണെങ്കിൽ നാഗങ്ങൾ മാത്രം താമസിക്കുന്ന ഒരു മഹാലോകം. എന്തൊക്കെയാ നീ പറയുന്നേ? പാമ്പുകൾ ഉണ്ടാവോന്നോ? നാഗങ്ങളുടെ ലോകമെന്നോ? എന്താ നീ പറയുന്നേ? സത്യങ്ങൾ, ആരോടും പറയാൻ സാധിക്കാത്ത സത്യങ്ങൾ. പക്ഷെ ഈ സത്യങ്ങളെ കുറിച്ച് നീയെങ്കിലും അറിഞ്ഞിരിക്കണം. കാണാൻ നിന്നെ പോലെ തന്നെയായിരുന്നു എന്റെ ശിവാനി. മനുഷ്യ സ്ത്രീയെയല്ല, അവൾ നാഗലോകത്ത് നിന്ന് വന്നു എന്നതാണ് സത്യം. അവളൊരു നാഗമാണ്, നാഗലോകത്തെ നാഗറാണി. അവള് നാഗകന്യകയാണെന്നോ? അവളൊരു മനുഷ്യ സ്ത്രീയല്ല, അവളൊരു നാഗമാണ്. ഇച്ഛാധാരിയായ നാഗമാണ് അവള്. എന്തൊക്കെയാ കേൾക്കുന്നേ? റിയാലിറ്റി ഷോ എന്ന് പറഞ്ഞ് കൂട്ടിക്കൊണ്ടു വന്നിട്ട് ഹൊറർ ഷോ ആണല്ലോ നടക്കുന്നത്.
അവള് നാഗലോകത്തുള്ളവളും നീ ഇവിടെ ഉള്ളവനല്ലേ? നിങ്ങൾക്കിടയിലുള്ള പ്രണയം എന്ന് പറഞ്ഞ കല്യാണം എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. അത് എനിക്ക് മനസ്സിലാവാത്ത. അവൾ നാഗറാണിയാണെന്ന് എനിക്കും അറിയില്ലായിരുന്നു. അതറിഞ്ഞതിന് ശേഷം ഞാനായിട്ട് തന്നെ അവൾ അകറ്റി നിർത്തിയതാ. അപ്പോഴവൾ പറഞ്ഞത് അവൾ വന്നിരിക്കുന്നത് എനിക്ക് വേണ്ടിയാണെന്ന്, എന്റെ പ്രണയത്തിന് വേണ്ടിയാണെന്ന്. പ്രണയത്തിന് വേണ്ടി അവിടെ നിന്ന് ഇവിടേക്ക് വന്നോ? അവിടെ നിന്ന് ഇവിടേക്ക് വന്നു. ഇവിടെ വന്ന് പ്രാണനും പിടിഞ്ഞു. നിന്നെ കണ്ട ദിവസം മുതൽ എനിക്ക് ഒരുപാട് സംശയങ്ങളുണ്ടായിരുന്നു. ശിവാനിയുടെ കാര്യത്തിലും എനിക്കിതുപോലെ സംശയങ്ങളൊക്കെ ഉണ്ടായിരുന്നു. എന്നാൽ ഇപ്പോൾ എനിക്ക് ആ സംശയങ്ങൾക്കെല്ലാമുള്ള ഉത്തരം വേണം. അതെനിക്ക് നിന്റെ അടുത്ത് തന്നെ കിട്ടണം. അതിനുവേണ്ടി ഇങ്ങോട്ടേക്ക് നിന്നെ ഞാൻ വിളിച്ചുകൊണ്ട് വന്നേ. സംഭവിച്ചത് ഇതാണ്. നാഗറാണിയിൽ നിന്ന് നാഗമാണിക്യം തട്ടിയെടുക്കാൻ പോയപ്പോ നാഗറാണി എന്നെ കൊന്നുകളഞ്ഞു. മാത്രമല്ല, അവൾ ആ നാഗമാണിക്യം കൊണ്ടുപോവുകയും ചെയ്തു. കള്ളമാണ് നിങ്ങൾ പറയുന്നത്. നാഗമാണിക്ക് അപഹരിച്ച് അതിൽ നിന്ന് ശക്തി നേടി വേഷം മാറിയിട്ട് കള്ളം പറയുകയാണ് നിങ്ങൾ. ശരിയാടാ, ഇവൻ നമ്മളെ കബളിപ്പിക്കുക. അല്ല, ഞാൻ പറഞ്ഞത് കള്ളമല്ല. നാഗമാണിക്യം എനിക്ക് കിട്ടിയിട്ടില്ല. എന്നാൽ നാഗമാണിക്യം എവിടെയാണെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. എന്ത്? നിനക്കറിയുമോ നാഗമാണിക്യം എവിടെയാണ്? പറയൂ. എവിടെയാന്ന് പറയടാ. അത് എന്റെ മരുമകളുടെ വയറ്റിൽ തന്നെയുണ്ട്. നീ പറഞ്ഞു വരുന്ന എന്താ? നാഗമാണിക്യം നിന്റെ മരുമകളുടെ വയറ്റിലാണെന്നോ? അപ്പോ നിന്റെ മരുമകൾ ശിവാനി നാഗറാണിയാണെന്നോ? അതേടാ, എന്റെ മരുമകൾ ശിവാനി തന്നെയാണ് നാഗറാണി. അവളാണെന്ന് നാഗരൂപം ധരിച്ച് നാഗമാണിക്യം വിഴുങ്ങിയത്. എന്ത്? നിന്റെ മകന്റെ ഭാര്യ ശിവാനി നാഗറാണിയാണെന്നോ? ഇവൻ വെറുതെ കള്ളം പറയാ. അല്ല, ദിഗ്വിജയൻ ഈ പറയുന്നത് സത്യമാണ്. ഗുരുജി, എന്താ ഈ പറയുന്നേ? അതൊക്കെ നിങ്ങൾക്ക് എങ്ങനെ അറിയാം? ഇവൻ പറയുന്നത് സത്യമാണ്. അതിന് ഞാൻ സാക്ഷിയാണ്. നാഗമാണിക്യം കൈക്കലാക്കാനായി ശിവാനിയെ ഞാൻ ചുട്ടുകൊന്നതാണ്. അതിന് സഹായം ചെയ്തത് മറ്റാരുമല്ല, നിങ്ങളുടെ മരിച്ചുപോയ സ്നേഹിതൻ ഭൂപതി. ഹലോ, എന്തൊക്കെയാ നീ പറയുന്നേ? നീ പറയുന്നതൊക്കെ കേട്ടിട്ട് എനിക്കൊക്കെ തല ചുറ്റുന്ന പോലെ തോന്നുന്നു. എല്ലാത്തിനും ഞാൻ ഉത്തരം പറയണമെന്ന് പറഞ്ഞ അതിന് എന്താ അർത്ഥം? എനിക്ക് ഒരു കാര്യം അറിഞ്ഞൂടാ. പറയാം. ശിവാനി എന്ന് വെച്ചാൽ എന്റെ പ്രാണന. അവൾ എന്റെ ലോകം. അവളില്ലാതെ എനിക്ക് ജീവിക്കാൻ പോലും പറ്റില്ല. ഞാൻ സ്നേഹിച്ച പെണ്ണിനെ എന്റെ കൺമുമ്പിൽ വെച്ച് തന്നെ അവർ കത്തിച്ചു കളഞ്ഞില്ലേ? എന്തിനാ അവര് ശിവാനിയെ കൊന്നുകളഞ്ഞത്? അറിയില്ല. അതറിയാൻ വേണ്ടി നിന്നെ വിളിക്കും.
ഇവിടേക്ക് വിളിച്ചുകൊണ്ട് വന്നത്? എനിക്ക് മനസ്സിലായില്ല. നീ ശരിക്കും ശിവാനിയെ പോലെ തന്നെയാ ഉള്ളത്. നീ എന്റെ കൂടെ ഉണ്ടെങ്കിൽ അവരെല്ലാവരും... ഓ, ശിവാനി ഇപ്പോഴും ജീവിച്ചിരിക്കുന്നുണ്ടോ? അവളിങ്ങനെ വെറുതെ വിട്ട പറ്റില്ലല്ലോ എന്ന് വിചാരിച്ച് അവൾ കൊന്നവർക്ക് ഇവിടേക്ക് വരിക തന്നെ ചെയ്യും. അങ്ങനെയാവുമ്പോ ശിവാനിയെ കൊന്നത് ആരൊക്കെയാണെന്ന് കണ്ടുപിടിക്കാൻ സാധിക്കുമല്ലോ എന്ന് കരുതി എന്റെ സ്വാർത്ഥതയ്ക്ക് വേണ്ടിയിട്ടാ നിന്നെ കൂട്ടിക്കൊണ്ട് വന്നത്. അവർ ആരൊക്കെയാണെന്ന് അറിഞ്ഞാൽ മാത്രം മതി എനിക്ക്. പിന്നെ ഒരാളെ പോലും ഞാൻ വെറുതെ വിടില്ല. എന്റെ ആ പ്രതികാരം തീർക്കാൻ വേണ്ടി നീ എന്റെ കൂടെ വേണമായിരുന്നു. ഈ കാര്യങ്ങളൊക്കെ നിന്റെ അടുത്തൊന്ന് മറച്ചു വെച്ചത് ഇപ്പൊ എന്തോ തെറ്റായി പോയെന്ന് എനിക്ക് തോന്നുന്നുണ്ട്. ഇതിനെക്കുറിച്ച് ഒന്നും അറിയാത്ത നിന്നെ ഞാനിതിലേക്ക് വലിച്ചഴയ്ക്കാൻ പാടില്ലായിരുന്നു. ഇതൊരു ജീവമരണ പോരാട്ടോ. ഓരോ നിമിഷവും ഇതെല്ലാം നിന്നോട് തുറന്നു പറയണം എന്റെ മനസ്സ് പറയുന്നുണ്ടായിരുന്നു. എന്നാ ഇതൊക്കെ നിന്നോട് എങ്ങനെ പറയാന്ന് എനിക്കറിയില്ല. പക്ഷെ ഒരു കാര്യമുണ്ട് ശൈലു, എന്റെ ശിവാനി ഇപ്പൊ ജീവനോടെ ഇല്ലായിരിക്കാം. പക്ഷെ ചില സമയത്ത് നീ പറയുന്ന കാര്യങ്ങള്, നിന്റെ പെരുമാറ്റം, നീ കാണിക്കുന്ന പ്രണയം, ഇതെല്ലാം കാണുമ്പോ നീ ശരിക്കും ശിവാനിയാണെന്ന് പോലും എനിക്ക് തോന്നി പോകാറുണ്ട്. ശിവാനി എന്നോട് സംസാരിക്കുന്ന പോലെ തോന്നാറുണ്ട്. നീ എന്റെ മുന്നിൽ വന്ന് നിൽക്കുമ്പോൾ ശിവാനി തന്നെ എന്റെ മുന്നിൽ വന്ന് നിൽക്കുന്നത് പോലെയാ. അത് മാത്രമല്ല, നീ പ്രഗ്നന്റ് ആണ് ശൈലു. എന്റെ ശിവാനിയും പ്രഗ്നന്റ് ആയിരുന്നു. അവളുടെ വയറ്റിൽ എന്റെ കുഞ്ഞായിരുന്നു. ശിവാനിയുടെ വയറ്റിൽ കുഞ്ഞിനെ കണ്ടപ്പോ എനിക്ക് എന്താണോ ഫീൽ ആയത്, അതേ ഫീല് തന്നെയാണ് നിന്റെ വയറ്റിലെ കുഞ്ഞിനെ കണ്ടപ്പോഴും എനിക്ക് തോന്നിയത്. ഇത് കാണുമ്പോ ഏതാണ് സത്യം ഏതാണ് കള്ളെന്ന് മനസ്സിലാവുന്നില്ല. അതോ ഇതെല്ലാം വെറും 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 തോന്നൽ മാത്രമാണോ? അതോ ഇത് ശരിക്കും സത്യമാണോ? എന്തുകൊണ്ട് ഇങ്ങനെയൊക്കെ തോന്നുന്നത്? ഞാൻ എന്താ ചെയ്യേണ്ടതെന്ന് ഒരു പിടിയും കിട്ടാത്ത അവസ്ഥയാണ്. സോറി ശൈലു. റിയാലിറ്റി ഷോ എന്നും പറഞ്ഞ് വിളിച്ചുകൊണ്ട് വന്നിട്ടിപ്പോ ഈ മരണക്കളിയിൽ നിന്നെ കൊണ്ടെത്തിച്ചതിന് ദയവേ തന്നോട് ക്ഷമിക്കേ. തെറ്റെന്റെ ഭാഗത്താ ഉള്ളേ. എന്റെ സ്വാർത്ഥതയ്ക്ക് വേണ്ടി ഞാൻ നിങ്ങൾ ആരെയും യൂസ് ചെയ്യാൻ പാടില്ലായിരുന്നു. സോറി ശൈലു. നീ ഇനിയും ഇവിടെ നിൽക്കാൻ പാടില്ല. രക്ഷപ്പെടാൻ നോക്ക്. നിങ്ങൾക്കൊന്നും സംഭവിക്കാതെ നോക്കേണ്ടത് ഇപ്പൊ ശരിക്കും എന്റെ ഉത്തരവാദിത്വം. തൃശൂൽ, നിന്നെ വിട്ട് ഞാൻ എങ്ങോട്ടും പോവില്ല. നിന്റെ കൂടെ ഈ നിൽക്കുന്നത് നിന്റെ ശിവാനി തന്നെയാണെന്ന് കരുത്. നീ എന്നെ അങ്ങനെ കരുതിയാലല്ലേ മറ്റുള്ളവർക്ക് എന്നെ ശിവാനിയായിട്ട് കാണാൻ കഴിയുള്ളൂ. അങ്ങനെ ആവുമ്പോ ശിവാനിയെ കൊന്നു കളഞ്ഞവരെ നിനക്ക് കണ്ടുപിടിക്കാം. അതിന് നിനക്ക് തീർച്ചയായും കഴിയും തൃശൂർ. എന്റെ ജീവൻ പോയാലും കുഴപ്പമില്ല തൃശൂർ. ഉറപ്പായിട്ടും ഞാൻ കൂടെയുണ്ട്. സംഭവിച്ചു സംഭവിച്ചു. സകല ദർശനവും ഉണ്ടായി, പുതുജീവിതവും ഉണ്ടായിരിക്കുന്നു. പാമ്പിന്റെ ദേഹത്തുള്ള തോലു മാറ്റുന്നത് പോലെ അവരുടെ മനസ്സിന്റെ തോലു മാറ്റുവാനുള്ള സമയമെടുത്തു. ഇനിയും യുദ്ധം ആരംഭിക്കും. ക്രൂര മനുഷ്യർക്കും നാഗങ്ങൾക്കും തമ്മിൽ യുദ്ധം ആരംഭിക്കുവാൻ പോകുന്നു. നല്ലതല്ലാത്തതെല്ലാം ജാകുന്ന സമയം അടുത്തിരിക്കുന്നു. നല്ലത് മാത്രം വിജയിക്കാനുള്ള യുദ്ധം. ഗുരുക്കളെ, അങ്ങ് എന്താണ് ഈ പറയുന്നത്? നിങ്ങൾ എന്റെ മരുമകൾ ശിവാനിയെ കൊണ്ടുചെന്ന് ദഹിപ്പിച്ചു കളഞ്ഞെന്നാണ് പറയുന്നത്. അപ്പൊ വീട്ടിലുള്ളവളോ?